എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മനുഷ്യരുടെ പൊതുവെ ദൈവത്തെക്കുറിച്ചുള്ള വിചാരം അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത ഇപ്രകാരമാണ്. അതായത് ദൈവം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് മാറ്റുകയില്ല എന്നാണ് പൊതുവെയുള്ള മനുഷ്യരുടെ വിചാരം അല്ലെങ്കിൽ വിശ്വാസം. അങ്ങനെയൊക്കെയാണ്. എന്നാൽ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ദൈവം തൻ്റെ തീരുമാനങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങൾ ബൈബിളിൽ തന്നെ ധാരാളം കാണാൻ പറ്റും. എങ്കിൽ തന്നെയും 1 സാമുവേൽ 2-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: അതിനാൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിൻ്റെയും നിൻ്റെ പിതാവിൻ്റെയും കുടുംബം നിത്യവും എനിക്ക് ശുശ്രൂഷ ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവായ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇനി അങ്ങനെ ആയിരിക്കുകയില്ല. എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എടുത്തു പറയുന്ന കാര്യം ഇതാണ്: ഏലിയുടെ മക്കൾ ദേവാലയത്തിലെ കാഴ്ചവസ്തുക്കളിൽ നിന്ന് പിടിച്ചെടുക്കുകയും പിടിച്ചു പറിക്കുകയും അല്ലെങ്കിൽ കർത്താവിന് അർപ്പിക്കപ്പെടേണ്ട ബലികളിലൊക്കെ കൈയിടുകയും അങ്ങനെ കാഴ്ചവെക്കുന്നതെല്ലാം തട്ടിപ്പറിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവ രീതിയാണ് ഇതിനകത്ത് പറയുന്നത്. അത് 1 സാമുവേൽ 2-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ഇത് കണ്ട് മടുത്തു കഴിയുമ്പോൾ, ക്ഷമ കെട്ട് കഴിയുമ്പോൾ ദൈവം പറയുന്ന കാര്യമാണിത്: നിൻ്റെയും നിൻ്റെ പിതാവിൻ്റെയും കുടുംബം നിത്യവും എനിക്ക് ശുശ്രൂഷ ചെയ്യുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവായ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഇനി അങ്ങനെ ആയിരിക്കുകയില്ല. അപ്പോൾ ദൈവം ഇത് ആദ്യകാലം മുതലേ ഏലിയുടെ കുടുംബത്തിന് ദൈവം വാഗ്ദാനം ചെയ്തിരുന്നതാണ്. അതായത് മക്കൾ എന്നും കർത്താവിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുമെന്ന്. പക്ഷേ ഏലിയുടെ മക്കളുടെ പ്രവൃത്തികൾ വളരെ മോശമായപ്പോൾ ദൈവം തീരുമാനം മാറ്റി. അതാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഈ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ ഇതുപോലെ തന്നെ ദൈവം തീരുമാനം മാറ്റുന്ന വളരെ നിർണായകമായൊരു സംഭവമുണ്ട്. അതായത് ഹെസക്കിയ രാജാവ് മരിക്കാറായി. ദൈവം പറയുകയാണ്, നീ മരിക്കാറായി, നിൻ്റെ കാര്യങ്ങളൊക്കെ നീ ക്രമപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഹെസക്കിയ രാജാവ് ദൈവത്തിന് മുമ്പിൽ കരഞ്ഞ് പറയുന്നുണ്ട്: ഞാൻ വളരെ വിശ്വസ്തനായി നിൻ്റെ മുമ്പിൽ പല കാര്യങ്ങളും ചെയ്തു എന്ന് നീ ഓർക്കണമേ എന്ന് പറഞ്ഞ് ഹെസക്കിയ രാജാവ് കർത്താവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തീരുമാനം മാറ്റുന്ന ഒരു സന്ദർഭമാണത്. യെശയ്യാ പ്രവാചകൻ 38-ാം അധ്യായം 5-ാം വാക്യം: നീ ചെന്ന് ഹെസക്കിയായോട് പറയുക, നിൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിൻ്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു, നിൻ്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു. ഇതാ നിൻ്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും. ഇതാണ് വചനം. അതായത് ഹെസക്കിയ രാജാവിനെ കുറിച്ച് ദൈവത്തിൻ്റെ തീരുമാനം ഇങ്ങനെയായിരുന്നു: മരിച്ച് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ഹെസക്കിയ രാജാവിൻ്റെ ജീവിതകാലം അവസാനിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. പക്ഷേ ഹെസക്കിയ ദൈവത്തോട് തൻ്റെ പരമാർത്ഥമായ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തീരുമാനം മാറ്റി 15 വർഷം കൂടി ഹെസക്കിയ രാജാവിന് ആയുസ് നീട്ടിക്കൊടുക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇപ്രകാരം പല സംഭവങ്ങളും നമുക്ക് ബൈബിളിൽ പരിശോധിക്കുമ്പോൾ ദൈവം തീരുമാനം മാറ്റുന്നതായിട്ട് നമുക്ക് കാണാം. ഇസ്രായേൽ ജനത്തെ ശിക്ഷിക്കാനൊരുങ്ങുമ്പോൾ മോശയുടെ പ്രാർത്ഥനയും ഇടപെടലും മൂലം ദൈവം തീരുമാനം മാറ്റുന്നുണ്ട്. അതുപോലെ നിനവെ നിവാസികളെ നശിപ്പിക്കുന്നതിന് മുമ്പ് യോനാ പ്രവാചകനിലൂടെ ദൈവം തീരുമാനം മാറ്റുന്നുണ്ട്. അങ്ങനെ പല പല സാഹചര്യങ്ങളിൽ ദൈവം തൻ്റെ തീരുമാനം മാറ്റുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ദൈവം തീരുമാനം മാറ്റുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഒരു അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഈശോയോട് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഇങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ ഈശോ പല കാര്യങ്ങളും മാറ്റി തരും. അല്ലെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും ദൈവം അല്ലെങ്കിൽ ഈശോ തീരുമാനങ്ങൾ മാറ്റി പിന്നീട് ഒരു സമയത്തേക്ക് മാറ്റി വെക്കാറുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ഒരു അനുഭവത്തിൽ ജീവിതത്തിൻ്റെ അതികഠിനമായ സഹനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഞാൻ പറയാറുണ്ട്, ഇത് വേണ്ട, എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സഹനങ്ങൾ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സമയത്തേക്ക് ഇപ്പോൾ പറ്റുകയില്ല, ഇത്തിരിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ പറയുമ്പോൾ ആ സഹനം
കുറച്ച് നാളത്തേക്ക് മാറി നിൽക്കുന്നത് എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ സഹനം വരും. അങ്ങനെ ഈശോ അങ്ങനെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ആ സഹനത്തെ മാറ്റിവെക്കാറുണ്ട്. ഞാൻ ഒരിക്കലും പറയാറില്ല പൂർണ്ണമായിട്ടും ഈ സഹനം ഒഴിവാക്കി തരാൻ ഞാൻ ഒരിക്കലും പറയാറില്ല. പക്ഷേ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. അതങ്ങനെ ചെയ്ത് തരാറുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഈശോ അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഈശോ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആ ഒരു ചിന്തയ്ക്കും പ്രവൃത്തിക്കും ഒക്കെ അനുസരിച്ച് അതും കൂടെ കണക്കിലെടുത്തിട്ടാണ് ദൈവം തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത്, അല്ലെങ്കിൽ തീരുമാനങ്ങൾ നടപ്പിലാക്കാതിരിക്കുന്നത്. അതുപോലെ തന്നെ നന്മയും തിന്മയും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മുടെ ഈശോയോടുള്ള സമീപനം നന്മയുള്ളതാണെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളെ ഈശോ അത് ആക്കിത്തരും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവൃത്തിയും ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാണെങ്കിൽ നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ പോലും പ്രതികൂലമായി മാറും, അല്ലെങ്കിൽ അങ്ങനെ മാറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ദൈവം തീരുമാനം മാറ്റുന്ന ഒരു കാര്യം ഞാൻ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ കാണാറുണ്ട്. ചില മനുഷ്യരെ സംബന്ധിച്ച് ഞാൻ വ്യക്തമായിട്ട് കാണാറുണ്ട്. ഞാൻ ചിലരോട് പറയാറുണ്ട്, നിങ്ങൾ ഇന്ന രീതിയിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് തൽക്കാലം ഒരു ശമനം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മാറ്റങ്ങളുണ്ടാവും എന്ന് പറയാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അവർ അതിൽ നിന്ന് ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് തരണം ചെയ്യുകയും അങ്ങനെ ചെയ്യാത്തപ്പോൾ ആ പ്രതിസന്ധി അവരെ വരിഞ്ഞു മുറുക്കുകയും ചെയ്യുന്നത് ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ ദൈവം സമയത്തിനും കാലത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ദൈവം തീരുമാനങ്ങൾ മാറ്റും. അപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കുകയും വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്കാണ് എപ്പോഴും ദൈവം അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാറുള്ളത്. അപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുക, നന്നായി പ്രാർത്ഥിക്കുക, ദൈവവചനം വായിക്കുക. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈശോ പൊതുവെ നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും അല്ലെങ്കിൽ നമുക്ക് ദുഷ്കരമായിട്ടുള്ള തീരുമാനങ്ങൾ മാറ്റിവെക്കുകയും ചെയ്യും.